ഹലോ, വെൽക്കം ടു വണാസ് ക്യാമ്പസ്. ഇന്നത്തെ നമ്മുടെ 7th ഡേ ആണ്. ഈ ഒരു ചലഞ്ചിൻ്റെ ഏറ്റവും അവസാനത്തെ ഡേ ആണിന്ന്. ഐ എം സോ ഹാപ്പി ആൻഡ് സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് ഈ ഒരു 7th ഡേ കംപ്ലീറ്റ് ചെയ്യാനാണ് എനിക്ക് കുറച്ച് ടൈം എടുത്തത്. ഇടയ്ക്ക് പനി വന്നു, ദെൻ ഹൗസ് ഷിഫ്റ്റിംഗ് പരിപാടിയിലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേയിലുള്ളത്. നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 7th ഡേ എന്തായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ലോങ് റൈഡ്സിൻ്റെ ആ ഒരു 7th ഡേയിൽ നമ്മൾ പോകുന്നത് സ്നഫ് മിൽസിലേക്കാണ്. പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്നഫ് മിൽസ് എനിക്ക് പഴയ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്കത് ഒരു 2.3 മൈൽസിലോട്ട് സൈക്കിൾ പാത്ത് കിട്ടി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ സ്നഫ് മിൽസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മളൊരു റെയിൽവേ ട്രാക്കിൻ്റെ ആ ഒരു സൈഡിലെത്തി. അബേവോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ട്രാക്കാണ്. നമുക്ക് ഇവിടെ എത്തിയിട്ട് ഈ ഒരു സൈക്ലിങ്ങിൻ്റെ ഒരു 7th ഡേ ആയിരുന്നു നന്നായി എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു ഡേ കിട്ടി. പ്ലസ് സൗത്ത് മെയ്ഡിൻ്റെ അടുത്തായിട്ടുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇവിടെ വന്നിട്ടായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ടൊക്കെയുള്ള പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടി പുതിയ ഏരിയാസാണ് ഇങ്ങോട്ടൊക്കെ. സോ പുതിയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ പോയിട്ടുള്ളതെല്ലാം കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലേസുകളായിരുന്നു. ഇനിയിപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പാത്വേ അതൊക്കെയായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും കുറേ പുതിയ സംഭവങ്ങളാണ്. സോ ഈ വഴി എന്ന് പറയുന്നത് ഞാൻ പണ്ട് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ സൈഡാണ് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത്. സോ ഇവിടോട്ടൊക്കെ കുറച്ചും കൂടെ ന്യൂ ബിൽഡിങ്സ് ആണ് ഈ കാണുന്ന പോലെ. സൈക്കിൾ ചെയ്യാൻ നല്ല സുഖമാണ് ഈ റോഡ്. അടുത്തായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈക്കിൾ പാത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ആകാശമൊക്കെ നല്ല ഭയങ്കര എന്താ പറയുക, നല്ല ബ്ലൂ കളറായിട്ടുണ്ട്. ടൈം ശരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2 മണിയാണ്. ബട്ട് ഭയങ്കര കൂളാണ് ഇപ്പോൾ ഈ ഒരു വെതർ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തണുപ്പുമില്ല ചൂടുമില്ല, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു വെതറായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി ഫ്രഞ്ചയുടെ ബാക്ക് സൈഡിലെത്തിയിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇനി നമ്മൾ ആ ഒരു റൂട്ടിൽ നിന്ന് റൈറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ സൈക്കിൾ പാത്ത് മാത്രമൊക്കെ ആക്കുമ്പോൾ അവരിങ്ങനെ ഗേറ്റ്സ് ഒക്കെ വെക്കും റോഡിൽ. സോ ഈ റൂട്ടിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ ഗ്ലെൻസൈഡ് ക്യാമ്പസ് ഉണ്ട് വേറെ. ഇതിപ്പോൾ നമ്മൾ ഫ്രഞ്ച് ക്യാമ്പസിൻ്റെ അവിടെയാണ് എത്തിയത്. ഗ്ലെൻസൈഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് സ്നഫ് മിൽസ്. അങ്ങനെ കുറേ നാളായി ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഭാഗത്തോട്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും നമ്മൾ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രേഹുക്കുമായിട്ടുള്ള ആ ഒരു 7 ഡേ ചലഞ്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ശരിക്കും ആ ഒരു യാത്രകളൊക്കെ. ബിക്കോസ് നല്ല പ്ലേസാണ് പോയതൊക്കെ. ഓരോ ദിവസവും പോകുന്നത് നമുക്ക് നല്ല ഒരു കാണേണ്ടിയിരുന്ന ഏരിയാസായിരുന്നു. വീക്കെൻഡ്സിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോലും നമ്മുടെ വിൻ്ററും അല്ലെങ്കിൽ ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് നമ്മൾ പോവില്ല. പക്ഷേ ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഏരിയാസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റിയത്. ഈ ഒരു 1 വീക്കിൽ അവിടെ പോകുന്നത് നല്ലൊരു ഇറക്കമുള്ള ഏരിയയാണ്. ഇറക്കത്തിൽ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നല്ല കൊലയായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ ഇതിന് ഭയങ്കര വീഡിയോനെ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇതിൽ. നല്ല രസമുണ്ട്. ഇങ്ങനെ കൊലയായിട്ട് നിൽക്കുകയാണ്. ഒരു ലൈറ്റ് പിങ്കാണ്, വൈറ്റ് അല്ല, ലൈറ്റ് പിങ്കാണിത്.
ബ്യൂട്ടിഫുൾ. പോവാണ്. നമ്മൾ സ്റ്റോക്ക് പാർക്ക് എസ്റ്റേറ്റിൻ്റെ വേറൊരു ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എപ്പോൾ പോയാലും ഈ ഒരു സ്റ്റോക്ക് പാർക്കിൻ്റെ കഴിഞ്ഞ ഡേയിൽ നമ്മൾ ഇതുപോലെ സ്റ്റോക്ക് പാർക്ക് എസ്റ്റേറ്റിൻ്റെ ആ ഒരു പാത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള വളവുകളും സ്ലോപ്പുമാണ്. സോ വീഡിയോ എടുക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് ടൂൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു റിസ്കിന് മുതിരുന്നില്ല. ബട്ട് സൈക്ലിംഗ് അടിപൊളിയായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ പോവാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണുന്ന കണ്ടോ, ഇങ്ങനെ എസ് പോലെ ഇറങ്ങി താഴെ പോകണം. ഇത് വാക്കിങ്ങിനും സൈക്ലിങ്ങിനും പിന്നെ ഡോഗ് വാക്കേഴ്സിനും ഒക്കെ പറ്റുന്ന ഒരു റൂട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാസിൽ കാണാൻ വന്ന ആ ഒരു റൂട്ടിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന റൂട്ടാണിത്. ലാസ്റ്റ് ഡേയിൽ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. അവിടെ ഒരു ടവർ ഉണ്ട്, ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നത്. ഇപ്പോൾ ഈ റോഡിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഈ കാസിൽ കണ്ടിരുന്നു, ആ ഒരു മലയുടെ അവിടെ നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. ആ ഒരു ഗോൾഡൻ കാസിൽ കാണിക്കാം. ആ ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ഇറങ്ങിയിട്ട് അവിടെ വന്നിട്ട് ദെൻ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടവറിൻ്റെ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും ഇതിൻ്റെ ക്ലോസ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ നമുക്ക് സ്നഫ് മില്ലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ, നല്ല ബ്ലൂ ഷെയ്ഡിൽ. ആൻഡ് ആ ഒരു പാത്ത് ഇങ്ങനെ വൈറ്റ്, ഒരു ഗ്രീനിൻ്റെ കൂടെ ഈ ഒരു പാത്ത് നമ്മൾ ദൂരം നോക്കുമ്പോൾ ഒരു വൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. സോ നമ്മൾ പോവാണ്. അവിടെ തടാകമൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് മേലെ നിന്ന് കണ്ടാണ്. ഇവിടെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്താണിത്? ഓൺകമ്മിങ് വെഹിക്കിൾസ്. സോ നമ്മളധികം റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ആ ഒരു മോട്ടോർ വേയുടെ താഴെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് എത്തിപ്പോയി. അപ്പം നമ്മുടെ സൈക്കിൾ പാത്ത് ഏകദേശം എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മെയിൻ റോഡിലോട്ട് കയറുവാണ്. മെയിൻ റോഡ് എത്തി. ഇനി നമുക്ക് നേരെയാണ് പോകേണ്ടത്. മിൽസ് എത്താനായിട്ട് ഇനി ആകെ 2 minutes മാത്രമാണുള്ളത്. നേരെ ഒരു ചെറിയ ഇറക്കം, ഇതന്നെ ഒരു കയറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം. ഇതാ നല്ല ഭംഗിയില്ലേ ബാക്കിൽ ആ ഒരു സൈക്കിൾ പാത്തിൻ്റെ ഇതാണ്. നമുക്ക് നേരെ പോകാം. സൈക്കിൾ ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൈനാണിത്. സോ exit the roundabout onto Broom Hill, then turn left onto Riverview. അവിടേക്ക് എത്തുമ്പോൾ നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഫീൽ ചെയ്യും. Turn left onto Riverview. ആ ഒരു ബ്രിഡ്ജ് കണ്ട താഴെ നല്ല രസമുണ്ട്. ഇവിടെ ദേ ഇങ്ങനെ കല്ല് കൊണ്ടുള്ള വാളാണ്, കോമ്പൗണ്ട് വാൾ, വെരി ഹൈ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട് വാൾസ്. ട്യൂലിപ്സ് കാണാം നമുക്ക്. ഈ ഒരു കളർ ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. സോ വയലറ്റ് കളർ ട്യൂലിപ്സ്. ബ്യൂട്ടിഫുൾ. In 300 yards, you will arrive at your destination. ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ റിവർ വ്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇത് സ്നഫ് മില്ലിൻ്റെ ബോർഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് സ്നഫ് മിൽസിൻ്റെ പാർക്കിംഗ് ഒക്കെയാണ്. സോ നമുക്ക് ഇങ്ങനെ പോവാം.
അവിടെ റിവറാണെന്ന് തോന്നുന്നു. ആ സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. ലെഫ്റ്റ് സൈഡിലുള്ള വീടുകളൊക്കെ കണ്ടോ, കല്ല് കൊണ്ടിട്ടുള്ള ഫുൾ വീടുകൾ, ചെടി, ആ ഒരു പൂക്കൾ കണ്ടോ തൂങ്ങി കിടക്കുന്ന ബ്യൂട്ടിഫുൾ. ദെൻ ഇത് പാർക്കിംഗ് ആണ് സ്നഫ് മിൽസിൻ്റെ. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. എനിക്കിവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഇതൊരു ഹെവി പ്ലേസ് ആണെന്ന് മനസ്സിലായത്. ഇതോ അങ്ങോട്ടേക്ക് കയറണം. സ്നഫ് മിൽസിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. വാവ്, ഇത് ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഞാൻ വിചാരിച്ച പോലെ അല്ല. ഞാനൊരു കാര്യം നോക്കട്ടെ. റിവറാണ്. നൈസ്. യെസ്, നമുക്ക് അകത്തേക്ക് പോവാം. സമ്മർ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട്. സ്നഫ് മിൽസ് നമ്മൾ കിടക്കാൻ പോവാണ്. ഓൾബറി കോട്ട് എസ്റ്റേറ്റ്. വെൽക്കം ടു സ്നഫ് മിൽസ്. No parking, residence access. Dogs are allowed through the garden area. നടക്കാൻ പറ്റും. ആ സൈഡിലെ റിവറാണ്. You have arrived. അരേനൊക്കെ ഉണ്ട്. നൈസ്. റോക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിക്കുന്ന പോലെ നല്ല പ്ലേസ്. പൂക്കളൊക്കെ വീണ് കിടക്കാണ് തറയിലെല്ലാം. ഒരു സ്പ്രിങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ. വാവ്, എന്ത് രസമാണിത്, എന്ത് രസമാണ്. ഹൈ, ഇതുണ്ടോ, അത് കൊള്ളാം. പൂക്കളൊക്കെ തറയിലുണ്ട്. റൈറ്റ് സൈഡ് അടിപൊളി. വാവ്, എന്താ പൊളി സംഭവം, അടിപൊളി. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. നമ്മളന്ന് വുഡ്സ്, മറ്റേ വടക് വുഡ്സിൽ പോയ പോലെ ഫുൾ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും. എന്ത് രസമാണ്. ഈ വെള്ളത്തിൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി അടിപൊളിയാവും. ഹലോ, ബ്യൂട്ടിഫുൾ. ഇന്ന് വന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഡെസ്റ്റിനേഷൻ എടുക്കാൻ പറ്റിയത്. ബിക്കോസ് സ്നഫ് മിൽസ് എനിക്ക് സൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല നേരത്തെ ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട്, നേരത്തെ നമ്മുടെ ലൊക്കേഷനിൽ വെച്ചിട്ട്. അപ്പോൾ അതാണ് റൈറ്റ് ടൈമിലാണ് നമ്മൾ ഓരോരുത്തരത്ത് എത്താന്ന് പറയാം. എന്ത് രസമാണ്, അടിപൊളി. നേരെ ഇരിക്കാം. ഇങ്ങനെ വിളിക്കട്ടെ. ഇതാരാണ്? കൊള്ളാലോ, നൈസ് ലീവ്സ്. ട്യൂലിപ്സ് ഇവിടെ ഉണ്ടല്ലോ, റെഡ്. നല്ല രസമുണ്ട്. ഇതാരിത്, ഇതാരിത് ബാക്കില്. നൈസ് നൈസ് നൈസ്. ഓ, എന്താ ബ്യൂട്ടിഫുൾ അല്ലേ. അവിടെ നമ്മുടെ എവിടെ, സൂപ്പർ. അവിടെ പച്ച, അവിടെ നീല, അവിടെ ഒരു നീല, ഗ്രീൻ, വൈറ്റ്.
ഗ്രീൻ, ബ്രൗൺ എല്ലാം ഉണ്ട്. ചെറുതായിട്ടൊന്ന് പേടിച്ചു. എൻ്റെ ഫ്രണ്ടിൽ ഒരാൾ എൻ്റെ അടുത്തോട്ടിങ്ങി വന്ന് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് എൻ്റെ കീഴിൽ വന്നേ ശരിക്കും പറഞ്ഞാൽ പൂവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണാറുണ്ടെങ്കിൽ ആ ഒരു ക്ലോസ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. പക്ഷെ ആൾ കുറച്ചൊന്നുമില്ല, എന്നെ പേടിപ്പിച്ചില്ല. ഭാഗ്യം. ഒരു കാര്യം കാണിച്ചു തരാമേ. കാറ്റത്ത് പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. ആ ഒരു കാറ്റത്ത് നല്ല പൂക്കൾ വന്ന വീടാണ്. ഇവന്മാരൊക്കെ കുളിച്ച് റെഡിയായിട്ട് വരികയാണ്. മേലെന്ന് എവിടെയോ പോയി നല്ലപോലെ നനയുന്നുണ്ട് ആൾക്കാർ. എൻ്റെ ദൈവമേ, എന്നെ പേടിച്ചു. ട്വിൻസ് ആവുമ്പോൾ കളിക്കാം. ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ടോപ്പല്ല, ചെറിയതായിട്ടൊന്ന് കയറി സൈക്കിളിൽ പോവാം. വാട്ടർ ബോഡി. എനിക്ക് ഈ വെള്ളം ഇത്രയും ഉള്ളത് ഭയങ്കര ഇഷ്ടമായി. കുറേ കാട്ടു ചെടികളൊക്കെ ഉണ്ട്, നല്ല പൂക്കളൊക്കെ ആയിട്ട്. നിറയെ പട്ടിക്കുട്ടികളുണ്ട്. സോ നിങ്ങളെപ്പോഴാണ് കുരച്ചോണ്ട് വരികയെന്നറിയില്ല. സോ ബി കെയർഫുൾ. ഓ അടിപൊളി. ഇതാ വെള്ളത്തിൽ നിറയെ വുഡ് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവരുണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് കുളിച്ച് ഒക്കെയാണ്. നല്ല രസമുണ്ട് അവിടെ. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്ലേസസ് ആണ്. ചെറിയ ഒരു മരങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് നിൽക്കുന്നുണ്ട്. എന്ത് രസമല്ലേ. ഇതാ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഇറങ്ങാം. അങ്ങനെ ആഴമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ക്രോസ് ചെയ്യാനൊക്കെ പാടാട്ടോ. തെന്നും നമുക്ക്. അവർ ഭയങ്കരമായിട്ട് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള പത്രപ്പാടിലാണ്. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. നൈസാണ്. ഓ ഓ ഓ ഓ എല്ലാവരും കൂടി ഈ വെള്ളത്തിന് കളിയാണ്.
നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കുറേ നേരം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. നല്ല ഭയങ്കര കൂൾ, നല്ല രസമുള്ള ഒരു സ്ഥലം. ഈ ഒരു സീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു വ്യൂ. അടുത്ത ആള് എൻ്റെ കീഴിൽ വന്നിട്ട് പോയ ഒരാളാണത്. പാവമുണ്ട് പക്ഷേ. ഓ, ഞാൻ പേടിച്ചു പോയി. അങ്ങനെ എന്താ ഇനി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ദിവസം വീണ്ടും ഇവിടേക്ക് വരേണ്ടതുണ്ട്. നമ്മൾ ബഡോസിൽ പോയ പോലെ ഇത്രയുണ്ട് നടന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ബട്ട് എന്നിട്ട് നമ്മുടെ ടൈം ലിമിറ്റ് വളരെ കുറവാണ്. സോ നമ്മൾ നല്ല രസമാണ്. അങ്ങോട്ടൊക്കെ നല്ല രസമാണ്. റിവറാണ് അവിടെ. ഓ, എന്ത് ഭംഗിയാണ് മരങ്ങളൊക്കെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. ഇവിടെ മരം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അത് നല്ല രസമാണ് കാണാനായിട്ട്. വെള്ളത്തിൽ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അങ്ങനെ സ്നഫ് മിൽസ് കണ്ട സന്തോഷത്തിൽ ഞാൻ തിരികെ പോവാണ്. 7th ഡേ പൊളിയാക്കി ഈ സ്നഫ് മില്ലിന്. താങ്ക് യു. ബോക്സൊക്കെ എന്ത് ഭംഗിയാണ്. ബ്ലൂ കളർ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണിത്. നല്ല രസമുണ്ട്. ഇത് കുട്ടി കുട്ടി. അങ്ങനെ നമ്മൾ സ്നഫ് മിൽസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ 7 days ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫീവറൊക്കെ ഇടയ്ക്ക് അടിച്ചിട്ട് ആ ഒരു തൊണ്ട അങ്ങനെ ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ തൊണ്ടയൊക്കെ അത്ര അങ്ങനെ ക്ലിയർ ആയിട്ടില്ല. ബട്ട് എനിവേസ് നമ്മളിന്ന് 7 days കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളൊരു 4 miles 3.5 miles അങ്ങനെ ഒരു കവർ ചെയ്യുന്ന രീതിയിലുള്ള ലോങ് ഡിസ്റ്റൻസസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചലഞ്ചിൽ. അപ്പോൾ മൈൽസ് എന്ന് പറയുമ്പം ഒരു 1.5 times കിലോമീറ്റർ അങ്ങനെ വരും. അപ്പോൾ എനിവേസ് നമ്മളെന്തായാലും ആ ഒരു 7 days സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ് വൺ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.